കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. 2 തിമോഥെയോസ് 2:1 എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇവിടെ ഹല്ലേലൂയ തിമോഥെയോസിൻ്റെ നമ്മൾ ലേഖനം പഠിച്ചു നോക്കുമ്പോൾ പൗലോസ് തിമോഥെയിലുള്ള സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം. ഈ ലേഖനത്തിൽ ഹല്ലേലൂയ തിമോഥെയോസിനെ പൗലോസ് അഭിസംബോധന ചെയ്യുകയാണ്, എൻ്റെ മകനെ പ്രൈസ് ദി ലോർഡ് ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ശക്തിപ്പെടുക എന്നുള്ളതായ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തോടും കർത്താവാ ദൈവം പറയുന്ന വചനമാണ് ഇത്. നാം കർത്താവിൽ ഹല്ലേലൂയ ശക്തിപ്പെടേണ്ട ആവശ്യമാണ്. ആരിലാണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിച്ചുകൊണ്ട് ഇതിനങ്ങൾ നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം നമ്മുടെ ഇടയായിത്തീരും. ഇവിടെ കർത്താവാ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിൽ ശക്തിപ്പെടുവാനാണ്. ഒരിക്കലും ശക്തി ഇല്ലാതെ മുമ്പോട്ട് പോകുവാനല്ല വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനുള്ളതായ കർത്തവ്യം. ഈ ദിനങ്ങളിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. എത്രയോ പേർ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാതെ ഈ ലോകപരമായി നടക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മെ കൃപയ്ക്ക് ഉള്ളിൽ നിലനിർത്തുമ്പോൾ കർത്താവിൽ വലിയൊരു സൗഭാഗ്യം നമുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 6:10 പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒടുവിൽ എന്ന് കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. കൃപയാൽ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ പലപ്പോഴും കൃപയാൽ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ട് അസ്തമിച്ച് നിൽക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഇവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ് ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ അമിത ബലത്തിൽ നമ്മൾ ബലപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ശക്തിപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ ശോഷിച്ച അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ സ്വർഗം ഒരിക്കലും അനുവദിക്കുന്നില്ല. സ്വർഗം അനുവദിക്കുന്നത് കൃപയുടെ ശക്തി നമ്മുടെ മേൽ പകരുക. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ കർത്താവ് നമ്മെ ഓരോ ദിനങ്ങൾ കഴിയുന്തോറും ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒടുവിലും കർത്താവിലും അവൻ അമിത ബലത്തിലും നാം ശക്തിപ്പെടണം. അതിൻ്റെ എന്താണ്? കർത്താവിലുള്ള അവൻ്റെ അമിത ബലത്തിൽ. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൽ ആയിരിക്കുകയാണ് നമ്മൾ. ഹല്ലേലൂയ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ അവിടെ ശക്തി തന്ന് നമ്മെ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് മതിയായ ദൈവമാണ്. നമ്മുടെ കർത്താവ് ആ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഹല്ലേലൂയ ബലഹീനതകൾ വരുമ്പോൾ ശക്തി പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ദിനങ്ങളിൽ കർത്താവായ ദൈവത്തോട് പറ, കർത്താവായ ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതായ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ. ഓരോ ദിനങ്ങൾ കഴിയുന്തോറും ഹല്ലേലൂയ
നടത്തുവാനും പുലർത്തുവാനും ഒക്കെ ദൈവത്തിൻ്റെ കൃപ പകർന്നുകൊണ്ട് എന്നെ മുമ്പോട്ട് നയിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒടുവിലും അവൻ അമിത ബലത്തില കർത്താവായ ദൈവത്തിൻ്റെ കരത്തിനകത്ത് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ശരീരമായി പലപ്പോഴും ബലഹീനകൾ കുഴയുമ്പോഴും കർത്താവ് ബലപ്പെടുത്തുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവം, അവൻ ശക്തീകരിക്കുന്ന ഒരു കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ശക്തിയാൽ തന്നെ മുന്നോട്ട് പോകുവാൻ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ഹല്ലേലൂയ നിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ളതായ ശക്തിയും കൃപയും കർത്താവ് തരുവാൻ തക്കവണ്ണം കർത്താവ് ആ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഏറെ പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. മറ്റുള്ളവർക്ക് മാതൃകയായി തന്നെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവമേ, എൻ്റെ അപ്പൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ, എൻ്റെ അപ്പൻ്റെ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.